ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് സെപ്റ്റംബർ 7 ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മെൽവിന്റെ ബർത്ത്ഡേ ആണ്. ആദ്യം ഞങ്ങൾ അവന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ടു മെൽവിൻ. മെൽവിൻ ആക്ച്വലി പറയുകയാണെങ്കിൽ 6 വർഷമായിട്ട് അവൻ ഞങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിലാണ്. അവനുണ്ടായിരുന്നപ്പോ ഓളമായിരുന്നു, നല്ല രസമായിരുന്നു. അവന് കംപ്ലീറ്റ് എന്റർടൈനർ. അതെ, എന്റർടൈനർ. അതെ, ഫുൾ സപ്പോർട്ട്. ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞങ്ങളെ മാത്രമല്ല, അവിടെ അവൻ പരിചയപ്പെടുന്ന ആൾക്കാരെല്ലാം അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല ഓളമായിരുന്നു, എല്ലാവർക്കും അറിയാം. അവനെ പരിചയമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം അവൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ പറയുകയാണെങ്കിൽ അവൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കുറെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ. അതാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. അവന് അവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും അവനെ അറിയാവുന്നവരും ഒക്കെ വിഷ് ചെയ്യാം. സോ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളും പ്രാർത്ഥിക്കാം. സോ വൺസ് അഗെയിൻ വി വിഷ് മെൽവിൻ ഹാപ്പി ബർത്ത്ഡേ. അവനെ നമ്പി നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്റെ കൂട്ടുകാരനാണ് നൻപൻ. എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. അയ്യോ, ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? വന്ന വണ്ടി കെട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടി പോടാ. വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ, നീയോ ചാവാൻ നടക്കുന്നത്. എന്നെ കൂടി കൊലക്കൊടുക്കുന്ന എന്തിനാ? എന്റെ പാർട്ട്ണറല്ലടാ ദേവി. ഇങ്ങനെ ഒരു പാർട്ട്ണറെ വേറെ ആർക്കും കൊടുക്കല്ലേ. ഇല്ല, ആർക്കും കൊടുക്കില്ല. നിനക്ക് തന്നെ ആരാ? ഞാനെന്തല്ലോ സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? ഹിന്ദിക്കാരിയാണല്ലേ, വെറുതെ കുറെ മലയാളം വേസ്റ്റായി. എന്തായാലും പേര് കൊള്ളാം, മീന ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? तुम मेरे सामने से हटो. मेरे सामने से हटो. സാമാൻസ് അവളുടെ അമ്മൂമ്മയുടെ ബാലരമ. കല്യാണം ആലോചിച്ചെന്ന് എന്നോട് അവൾ പറയാണ് ഞാൻ വെറും ശിക്കാരി ശമ്പുവാണെന്ന്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? വേണ്ട, കല്ലും മടി തപ്പണ്ട. ഞാൻ പറഞ്ഞ പിൻവലിച്ചു. എന്തുവാടാ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തുവായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള് പോയോ? എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല. ഇതാ വരാത്തത്. മനസ്സിലായോ? ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ അതില്ല. കുറച്ചിന് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാൽ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്നെ തിരുനാക്ക് വിളച്ചു. എന്റെ സങ്കല്പത്തിലെ ഭാര്യയ്ക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധ. എന്നാ പിന്നെ ചാർലി ചാപ്ലിന്റെ മോളെ ആലോചിച്ചൂടെ? എന്തൊരു തമാശ ഇത്. ഇങ്ങനെ ചാർലി ചാപ്ലിൻ പോലും പറയില്ലട്ടോ. ആയിരിക്കും ഞാൻ കല്യാണം നടക്കുന്നത്. കിട്ടുള്ള ഒന്നുമില്ലാത്തടത്തുനിന്ന് വന്നതൊന്നുമല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഈ പള്ളിക്കാരൻ തന്നെ വന്ന് കിടക്കുന്നേ. ഇവിടെ ഒന്നും കിട്ടിയില്ല. അതിനകത്ത് ഇട്ടിരിക്കുന്ന കഴിക്കാൻ. അതിനകത്ത് വിളമ്പ് വെച്ചിരുന്ന് കഴിക്കാൻ. വിളമ്പി വെച്ചിരിക്കുന്ന കഴിക്കാൻ കഴിക്കാൻ നീയാണോ വീട്ടുകാരൻ സഹായിച്ചു വരും? വിളമ്പടാ. എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ തങ്കപ്പനല്ല, ഞാൻ പൊന്നപ്പനാണ്. ഡ്രൈവർ പൊന്ന.